ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു പേരോന്മാർ കൊടുത്തിട്ട് ബോൺസായി ചെയ്യാനാണ് പോണത്. പേരോന്മാർ കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലായിട്ട് കുറച്ച് ചാണാനും കോഴിക്കാട്ടവും അതേപോലെ മെറ്റലും മണ്ണും ചട്ടിയും വെള്ളവും കുറച്ച് പുല്ലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ച് ചട്ടിയിലേക്ക് നേരെ നമ്മുടെ ചാണാൻ വാരി മെറ്റൽ വാരി ആദ്യം ഇടുക. മെറ്റൽ വാരി കുറച്ച് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകാനായിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് താഴേക്ക് പോയി പെട്ടെന്ന് ഈ ചട്ടിയുടെ ഹോളിൽ കൂടിയൊക്കെ വെള്ളം പോകാൻ മണ്ണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മെറ്റൽ ഇടുന്നുണ്ടെങ്കിൽ അതൊരു ലിമിറ്റ് വരെ നമുക്ക് തടയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാണാൻ ഒരു പോത്തിൻ്റെ ചാണാനാണ് ഒരു 3-4 കഷ്ണം കൊടുത്ത് അത് പൊടിച്ചിട്ട് കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാണാൻ ഇട്ട ശേഷം പിന്നീട് നമ്മൾ അടുത്ത ലെയറിൽ കോഴിക്കാട്ടമാണ്. ഇത് രണ്ടും നമ്മൾ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ കോഴിക്കാട്ടം ഇട്ടിട്ട് നല്ല രീതിക്ക് കോഴിക്കാട്ടത്തിൻ്റെ അകത്ത് കുറേ കച്ചറകളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കും. കോഴിക്കാട്ടം ഇട്ട് നോക്കണ നേരത്താണ് ചെടി കുറച്ച് വലുതാണ്, ഒരു വേര് ഇത്തിരി ലെങ്ത്ത് കൂടുതലുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ബോൺസായി ചെയ്യുമ്പോൾ അതിൻ്റെ വേര് എത്ര ലെങ്ത്ത് ഉണ്ടെങ്കിലും പ്രശ്നമില്ലാതെ നമ്മൾ മാക്സിമം കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെമ്പിന് അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടുന്നുണ്ടോ. പക്ഷേ ചെടി കുറച്ചൊന്ന് ഡിലേ ആവും. ഇത് റൂട്ട് നമ്മൾ എത്ര കട്ട് ചെയ്യണോ അതിനനുസരിച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും പക്ഷെ വളർച്ച വന്നു കഴിയുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരെ പിന്നെ ഇടാനുള്ളത് മണ്ണാണ്. മണ്ണിട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് ഒന്നും കൂടി ഫുൾ ലെവലായിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മൾ പുല്ല് യൂസ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് വെള്ളം ഒഴിക്കലാണ്. വെള്ളം ഒഴിക്കുന്തോറും നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൽ എത്രത്തോളം മണ്ണ് നിന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം കുറേ മണ്ണാണല്ലോ, പൊടിയാണ്, പൗഡർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ എക്സസ് ഉള്ളതൊക്കെ പുറത്തേക്ക് പോകും വെള്ളം ഒഴിക്കും തോറും. അപ്പോൾ അത് മണ്ണ് ഒഴിച്ച് നമ്മൾ ചെടി നന്നായിട്ട് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം ചട്ടിയിൽ. കാരണം ചെടി അത്രയ്ക്ക് അങ്ങോട്ട് ഇരിക്കില്ല. നമ്മൾ വളവും ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ചെറിയ പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണ് ചെടി ഇരിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ എക്സസ് തന്നെ ആ വളവും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ലെയറായിട്ട് നമുക്ക് വളം കിടക്കുകയും ചെയ്യും. വളം എന്നാൽ ഓവർ ആവാനും പാടില്ല. കാരണം കുറച്ച് പഴക്കമുള്ള കോഴിക്കാട്ടമൊക്കെ ആണെങ്കിൽ നിൽക്കുള്ളൂ. പുതിയ കോഴിക്കാട്ടമൊക്കെ ആണെങ്കിൽ ചെടി പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മണ്ണിൽ നമ്മുടെ കൈ തൊട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മണ്ണ് ഹാർഡായിപ്പോവും. വെള്ളം മാറിക്കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ചെങ്കലിൻ്റെ മണ്ണാണല്ലോ, അതാകുമ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അവിടെ നിന്നോളും. വാട്ടർ കണ്ടൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് അത് ഡ്രൈ ആവില്ല, വെറ്റായിട്ട് എപ്പോഴും ഇരിക്കും. പുല്ലും കൂടി ഇടുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെ വെറ്റായിട്ട് തന്നെ ഇരുന്നോളൂ, ഒരിക്കലും അത് ഡ്രൈ ആയി പോവില്ല. നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ആ പുല്ല് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പുല്ലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടിയും കാണിച്ചിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റുകൾ ഇടുക, പുതിയ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ചെടിയുടെ ഫൈനൽ ലുക്ക്, കണ്ടല്ലോ. ഇതാണ് പേരൂൺ മരം വെച്ചിട്ട് ഒരു ബോൺസായി ചെയ്തത്. എനിക്ക് തോന്നണത് ഇതൊരു ഏകദേശം ഒരു 3-4 വർഷത്തെ ഇതുള്ളതാണ്, ഏജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഫൈനലി നമ്മൾ അതിൻ്റെ സൈഡിലുണ്ടായ എക്സസ് ഗ്രാസൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ കിട്ടണ ലുക്കാണിത്. ഇതിനിപ്പോൾ പുതിയ സ്പ്രൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോസ് ഷോർട്സ് ആയിട്ടും അതേപോലെ തന്നെ ഇതേപോലെ വീക്ക്ലി വൺസ് വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ബോൺസായി ഇതുവരെ ചെയ്തു വച്ചേക്കണത് ഇത്രയുമാണ് എൻ്റെ കളക്ഷൻസിലുള്ളത്. ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും ഇതിൻ്റെ ഓരോരോ അപ്ഡേഷൻസും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക്